Hi students, welcome back to Social Science Classroom. In the last class we are discussing 9th chapter Medieval Kerala, and we have discussed the last point trade in medieval Kerala. There exists barter system, they exchanged goods for goods. Okay, today we are going to start next subheading markets in the medieval period. Okay, let's read it. Maritime trade attained tremendous progress during the medieval period. മധ്യകാലഘട്ടത്തിൽ വലിയ പുരോഗതി ഉണ്ടായ ഒരു മേഖലയാണ് സമുദ്ര വ്യാപാരം. സമുദ്രത്തിലൂടെയുള്ള വ്യാപാരമാണ് വലിയ രീതിയിൽ പുരോഗതി ഉണ്ടായിട്ടുള്ളത് മധ്യകാലഘട്ടത്തിൽ. The demand for exported goods increased. കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് വളരെയേറെ വർദ്ധിച്ചു. കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് വലിയ ഡിമാൻഡ് വർദ്ധിച്ചു. This resulted in the increase in the cultivation of such crops in rural areas. അതുകൊണ്ട് തന്നെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്രോപ്സ് ധാരാളമായിട്ട് കൃഷി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ എന്താണ്, സമുദ്ര വ്യാപാരത്തിന് വലിയ പ്രസക്തി ഉണ്ടായി. കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്കാണ് കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കയറ്റുമതി കോൺസെൻട്രേറ്റഡ് ആയിക്കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളുടെ കൃഷി വളരെയേറെ മെച്ചപ്പെട്ടു. Thus goods were exchanged in the market. ഈ സാധനങ്ങളെ എന്ത് ചെയ്തു, കമ്പോളത്തിൽ വെച്ച് എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടു. The development of market helped in strengthening the local trade. ഇങ്ങനെ കമ്പോളങ്ങൾ വികസിച്ചിട്ടുള്ളത് പ്രാദേശിക വ്യാപാരത്തെ മെച്ചപ്പെടുത്തുന്നതിൽ വലിയ പുരോഗതി ഉണ്ടാക്കി. അപ്പോൾ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളൊക്കെ കമ്പോളത്തിൽ വെച്ചിട്ടാണ് അത് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കമ്പോളങ്ങൾക്ക്, മാർക്കറ്റുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടായി. ഇങ്ങനെ പ്രാദേശിക വ്യാപാരം മെച്ചപ്പെടുന്നതിൽ ഈ മാർക്കറ്റുകളുടെ പുരോഗതി വലിയ പ്രചോദനമായിട്ടുണ്ട്. അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട് ആൻഡ് പന്തലായനി were the major market of the period. മധ്യകാല കേരളത്തിലെ പ്രധാനപ്പെട്ട കമ്പോളങ്ങളായിരുന്നു, സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്തിരുന്ന പ്രധാനപ്പെട്ട മാർക്കറ്റുകളായിരുന്നു. ഏതൊക്കെ? അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, പന്തലായനി, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുണ്ടായിരുന്ന മാർക്കറ്റുകൾ. ദ മേജർ പോർട്സ് വേർ കൊല്ലം, കൊച്ചി, കോഴിക്കോട് ആൻഡ് വളപട്ടണം. പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ ഏതൊക്കെയായിരുന്നു? കൊല്ലം, കൊച്ചി, അതുപോലെ കോഴിക്കോട്, അതുപോലെ വളപട്ടണം. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് കേരളത്തിൽ അന്നുണ്ടായിരുന്ന തുറമുഖങ്ങൾ. ഈ തുറമുഖങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രധാനമായും വ്യാപാര കേന്ദ്രങ്ങൾ ഡെവലപ്പ് ചെയ്തിരുന്നത്. ലൊക്കേറ്റ് ദ സ്പോട്ട്സ് ഓൺ മാപ്പ് ഓഫ് കേരള. കേരളത്തിൻ്റെ ഭൂപടത്തിൽ ഈ തുറമുഖങ്ങൾ അടയാളപ്പെടുത്താനാണ്. ഏതൊക്കെയാണ്? കൊല്ലം, കൊച്ചി, കോഴിക്കോട്, വളപട്ടണം, ഇതൊക്കെ എവിടെയാണ് എന്ന് അടയാളപ്പെടുത്താനാണ്. അപ്പോൾ റെഫ്ലസ് എടുത്തിട്ട് നിങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ എവിടെയാണ് എന്ന് അടയാളപ്പെടുത്താം. ഓക്കെ. സെവറൽ ഗുഡ്സ് റീച്ച്ഡ് ദ മാർക്കറ്റ് ഇൻ കേരള ത്രൂ ലാൻഡ് ആൻഡ് സീ ട്രേഡ്. ധാരാളം വസ്തുക്കൾ കേരളത്തിലേക്ക് സമുദ്രമാർഗവും കരമാർഗവും എത്തിയിട്ടുണ്ടായിരുന്നു. സീ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദിസ് ഗുഡ്സ് ഇൻ ഉണ്ണുനീലി സന്ദേശം, എ പോയം ഇൻ മണിപ്രവാളം. എന്താണ് ഉണ്ണുനീലി സന്ദേശം എന്ന കവിതയിൽ അന്ന് കേരളത്തിലേക്ക് വന്ന വസ്തുക്കളെക്കുറിച്ച്, ഉൽപ്പന്നങ്ങളെക്കുറിച്ചൊക്കെ ഒരു വിവരണമുണ്ട്. ആ വിവരണം ഒന്ന് നോക്കാമെന്നുള്ളതാണ്. ആദ്യം നമുക്ക് എന്താണ് മണിപ്രവാളം എന്ന് നോക്കുക. ഈ ഉണ്ണുനീലി സന്ദേശം എന്ന കവിത രചിക്കപ്പെട്ട ഭാഷയാണ് ഏത്? മണിപ്രവാളം. ഓക്കെ. ഉണ്ണുനീലി സന്ദേശം എന്ന കവിത രചിക്കപ്പെട്ട ഭാഷയാണ്, ലിപിയാണ് മണിപ്രവാളം. നോക്കുക നമുക്ക്. മണിപ്രവാളം എ ന്യൂ സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ്, ഒരു പുതിയ തരം ഭാഷയാണ്. ഇവോൾവ്ഡ് ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ്, മധ്യകാലഘട്ടത്തിൽ പുരോഗതി പ്രാപിച്ച ഒരു പുതിയ തരം ഭാഷയാണ് മണിപ്രവാളം. ഇറ്റ് വാസ് എ മിക്സർ ഓഫ് സംസ്കൃത് ആൻഡ് ഓൾഡ് മലയാളം. സംസ്കൃതവും പഴയ മലയാളവും കൂടിച്ചേർന്നുള്ള ഒരു ഭാഷയായിരുന്നു മണിപ്രവാളം.
ദ ന്യൂലി ഡെവലപ്ഡ് സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് കെയിം ടു ബി നോൺ ആസ് മണിപ്രവാളം. ഇങ്ങനെ പുതിയ രീതിയിൽ ഡെവലപ്പ് ചെയ്ത ഒരു ഭാഷ, ആ ഭാഷ അറിയപ്പെടുന്ന പേരാണ് മണിപ്രവാളം. സെവറൽ ലിറ്റററി വർക്ക് വർ റിട്ടൺ ഇൻ ദ സ്റ്റൈൽ ഡ്യൂറിങ് ദ പീരീഡ്. ഈ ഭാഷയിൽ അന്നത്തെ കാലത്ത് ധാരാളം കൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ദെൻ ഈ മണിപ്രവാളം ഭാഷയിൽ രചിക്കപ്പെട്ട ഉണ്ണു നീലി സന്ദേശം എന്ന കവിതയിൽ കേരളത്തിലേക്ക് എത്തിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്. നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? തട്ടം കട്ടിൽ കയർവല, കൈക്കട്ടിൽ മഞ്ചട്ടിക്കൊട്ടം, മൊട്ടും മുട്ടിൽ കരയുമരിയും, പെട്ടിയും പട്ടുനൂലും, ആടും ചാടും കുടയുമടയും, പഞ്ഞിയും മുഞ്ഞിവേരും, നൂറും ചോറും ചുറയുമറയും, കാരിരുമ്പും കരിമ്പും. ഒരുപാട് സാധനങ്ങളാണ് അന്നത്തെ കാലത്ത് മധ്യകാലഘട്ടത്തിൽ കേരളത്തിലേക്ക് എത്തിയിട്ടുള്ള സാധനങ്ങളുടെ പേരുകളാണ് ഈ കവിതയിലെ ഈ വരികളിൽ കാണിച്ചിരിക്കുന്നത്. തട്ടം കട്ടിൽ കയറുവല, കൈക്കട്ടിൽ മഞ്ചട്ടിക്കൊട്ടം, മൊട്ടും മുട്ടിൽ കരയുമരിയും, പെട്ടിയും പട്ടുനൂലും, ആടും ചാടും കുടയുമടയും, പഞ്ഞിയും മുഞ്ഞിവേരും, നൂറും ചോറും ചുറയുമറയും, കാരിരുമ്പും കരിമ്പും. ഇതൊക്കെ അന്നത്തെ കാലത്ത് കേരളത്തിലേക്ക് എത്തിയിരുന്ന ഉൽപ്പന്നങ്ങളാണ്. ഓക്കെ, നോക്കാം. ലിസ്റ്റ് ദ ഐറ്റംസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ഡ്യൂറിങ് ദി പീരീഡ്. മധ്യകാലഘട്ടത്തിൽ കേരളത്തിലെ കമ്പോളത്തിൽ ലഭ്യമായിരുന്ന ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ലിസ്റ്റ് ചെയ്യാനാണ്. ആ ലിസ്റ്റ് നമ്മൾ ആ മുകളിലുള്ള ഈ മലയാളത്തിലുള്ള കവിതാ ഭാഗമല്ലേ, അത് വായിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടും. ആ സാധനങ്ങൾ നമ്മൾ ലിസ്റ്റ് ചെയ്ത് എഴുതണം. ആർ ദിസ് ഐറ്റംസ് സ്റ്റിൽ അവൈലബിൾ ഇൻ യുവർ ഏരിയ? ആ സാധനങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ലഭ്യമാണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ തട്ടം, കട്ടിൽ, കയറുവല, ഇങ്ങനെ ഓരോ സാധനങ്ങളുടെ പേര് എഴുതാം. എന്നിട്ട് അതിൽ നേർക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ അവൈലബിൾ എന്ന് ഹെഡിങ് ചെയ്തിട്ട് അതിൻ്റെ താഴെ ഓരോന്നും അവൈലബിൾ ആയിട്ടുള്ളത് എന്ത് ചെയ്യാം, അത് നിങ്ങൾ ടിക്ക് ഇടാം കേട്ടോ. ദെൻ ഇൻ ദ പ്രീവിയസ് ചാപ്റ്റേഴ്സ് വി ഹാവ് ഡിസ്കസ്ഡ് ദ ട്രാവലോഗസ് ദാറ്റ് ഡിസ്ക്രൈബ്ഡ് ട്രേഡ്. മുൻപേ ഉള്ള ചാപ്റ്ററുകളിൽ നമ്മൾ ട്രാവലോഗ്, യാത്രാക്കുറിപ്പുകൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ട്രേഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ലെറ്റ്സ് നൗ ഗോ ത്രൂ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് 15th century കാലിക്കറ്റ് പോർട്ട് ആൻഡ് ട്രേഡ് ബൈ മഹ്വാൻ, എ ചൈനീസ് ട്രാവലർ who visited കേരള ഡ്യൂറിങ് ദി പീരീഡ്. 15ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് വന്നിറങ്ങിയ ചൈനീസ് യാത്രികനായിരുന്ന മഹ്വാൻ, ഒരു വ്യാപാരക്കൂട്ടത്തിൽ വന്നിട്ടുള്ള ആളാണ് മഹ്വാൻ. അദ്ദേഹത്തിൻ്റെ കുറിപ്പ് നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഒരു യാത്രാക്കുറിപ്പാണ് ഇവിടെ നമ്മൾ വായിക്കാൻ പോകുന്നത്. യാത്രാക്കുറിപ്പ് എഴുതിയതാരാണ്? ചൈനീസ് യാത്രികനായിട്ടുള്ള മഹ്വാനാണ്. ഏത് കാലഘട്ടത്തിലാണ് വന്നത്? 15th century, 15ാം നൂറ്റാണ്ടിലാണ് വന്നത്. എവിടെയാണ് അദ്ദേഹം വന്നത്? കാലിക്കറ്റ്, കോഴിക്കോടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. എന്താണ് അദ്ദേഹത്തിൻ്റെ യാത്രാക്കുറിപ്പിൽ അന്നത്തെ കോഴിക്കോട്ടെ വ്യാപാരത്തെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ആസ് എ ഷിപ്പ് ക്യാരിങ് ഗുഡ്സ് ഫ്രം ചൈന അറൈവ്സ് അറ്റ് ദ പോർട്ട്. ചൈനയിൽ നിന്ന് സാധനങ്ങളുമായി വന്ന ഷിപ്പ്, കപ്പൽ തുറമുഖത്ത് എത്തിച്ചേർന്നു. ഷബന്ദാർ കൊയ എന്ന് പറഞ്ഞത് കിങ്സ് റെപ്രസെൻറ്റേറ്റീവാണ്. അന്നത്തെ രാജാവിൻ്റെ പ്രതിനിധിയാണ് ആര്? ഷബന്ദാർ കൊയ ആൻഡ് ബ്രോക്കർ ബോർഡ് ദ ഷിപ്പ് ആൻഡ് ലിസ്റ്റ് ദ ഗുഡ്സ്. അപ്പോൾ രാജാവിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഷബന്ദാർ കോയയും അതുപോലെ തന്നെ ബ്രോക്കറും എന്ത് ചെയ്തു? ദല്ലാളും കപ്പലിൽ കയറിയിട്ട് മുഴുവൻ സാധനങ്ങളും ഒന്ന് ലിസ്റ്റ് ചെയ്തു. എന്തൊക്കെ സാധനങ്ങളുണ്ട്, എത്ര അളവിലുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്തു. എ സ്യൂട്ടബിൾ ഡേ ഈസ് ഓപ്റ്റഡ് ടു ഫിക്സ് ദ പ്രൈസ് ഓഫ് ഗുഡ്സ്. എന്നിട്ട് സാധനങ്ങളുടെ വില നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ദിവസം തീരുമാനിച്ചു. പ്രയോറിറ്റി വാസ് ഗിവൺ ടു ദ സിൽക്ക് ക്ലോത്ത്സ്. പ്രാധാന്യം നൽകിയിരുന്നത് പട്ടുവസ്ത്രങ്ങൾക്കായിരുന്നു. വൺസ് ദ പ്രൈസ് ആർ ഫിക്സ്ഡ് ദേ ടേക്ക് എ വോവ് ദാറ്റ് ദ പ്രൈസ് ഓഫ് ഗുഡ്സ് വിൽ നോട്ട് ബി ചേഞ്ച്ഡ് അണ്ടർ എനി സർക്കംസ്റ്റാൻസസ്. എന്താണ്?
ഒരിക്കൽ വില നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വിലയ്ക്ക് സാധനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ആ വിലയിൽ മാറ്റം വരുത്തുകയോ ബാർഗൻ ചെയ്യുകയോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് മനസ്സിലായി നമുക്കത് വായിച്ചപ്പോൾ? കോഴിക്കോട് വന്നിറങ്ങിയ ഒരു ചൈനയിൽ നിന്ന് സാധനങ്ങളുമായി വന്നിറങ്ങിയ ഒരു കപ്പൽ, ആ കപ്പൽ കോഴിക്കോട് കടപ്പുറത്തേക്ക് തുറമുഖത്തേക്ക് എത്തുന്നു. തുറമുഖത്തേക്ക് എത്തുമ്പോൾ അവിടെ രാജാവിൻ്റെ പ്രതിനിധിയും അതുപോലെ തന്നെ ദല്ലാളും കൂടെ കപ്പലിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സാധനങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്യുന്നു. ലിസ്റ്റ് ചെയ്തിട്ട് രണ്ട് കൂട്ടരും കൂടിയിട്ട് വില നിശ്ചയിക്കുന്നതിന് ഒരു ദിവസം കാണുന്നു. ആ ദിവസം രണ്ട് ടീമും ഇരുന്നിട്ട്, കൊണ്ടുവന്ന ചൈനക്കാരും വാങ്ങുന്ന ആളുകളുമൊക്കെ ഇരുന്നിട്ട് വില നിശ്ചയിക്കുന്നു. നിശ്ചയിച്ച വില അത് പിന്നെ മാറ്റലില്ല. നിശ്ചയിച്ച വില എത്രയാണെങ്കിലും ആ വിലക്ക് സാധനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ അത് മാറ്റാറില്ല. കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് ഏത് വസ്ത്രങ്ങളൊക്കെ ആയിരുന്നു? ഏതിനായിരുന്നു? സിൽക്ക് ക്ലോത്ത്സ് ആയിരുന്നു. ഓക്കെ. ദസ് ദ ഗുഡ്സ് വർ എക്സ്ചേഞ്ചർ ഫോർ ദ പ്രൈസ് ഫിക്സ്ഡ് ബൈ ദ ദല്ലാൾസ്. ഓക്കെ. അപ്പോൾ ദല്ലാൾസ് അല്ലെങ്കിൽ ബ്രോക്കർ ഫിക്സ് ചെയ്ത പ്രൈസിനാണ് അവരെ ആ സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നത്. Prepare a note on the 15th century trade in Kozhikode, collecting details from the Mahuan's description. ഇത് വായിച്ചിട്ട് നമ്മളെ 15ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് ഉണ്ടായിരുന്ന വ്യാപാര സിസ്റ്റത്തെക്കുറിച്ച് നമ്മളൊരു കുറിപ്പ് തയ്യാറാക്കണം. ഓക്കെ. ഇത് വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടുന്നില്ലേ? കപ്പൽ വരുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? രാജാവിൻ്റെ പ്രതിനിധിയും ദല്ലാളും കൂടിയിട്ട് അത് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? രണ്ട് കൂട്ടരും കൂടിയിട്ട് വില നിശ്ചയിക്കാനൊരു ദിവസം കാണുക. മൂന്നാമത് എന്താണ്? അന്നേ ദിവസം ദല്ലാളിൻ്റെ മധ്യസ്ഥതയിൽ വില തീർപ്പാക്കുക. ദെൻ ആ തീർപ്പാക്കുന്ന വില എത്രയാണ് ആ വിലക്ക് സാധനങ്ങൾ വാങ്ങുക. ഇതൊക്കെയാണ് അന്നത്തെ സിസ്റ്റം ഉണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ്, ലാംഗ്വേജ്, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. ഭാഷ, കല, സാഹിത്യം. ലാംഗ്വേജ്, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. ഭാഷ, കല, സാഹിത്യം. നോക്കാം. We have read a few lines from ഉണ്ണുനീലി സന്ദേശം. നമ്മൾ നേരത്തെ ഉണ്ണുനീലി സന്ദേശം എന്ന കവിതയിൽ നിന്നുള്ള കുറച്ച് വരികൾ വായിച്ചു അല്ലേ? നേരത്തെ നമ്മൾ വായിച്ചില്ലേ മലയാളത്തിലുള്ളത്? ഉണ്ണുനീലി സന്ദേശം എന്ന കവിതയിൽ നിന്നുള്ള കുറച്ച് വരികൾ നമ്മൾ വായിച്ചു. ഡു യു നോ വെൻ ദിസ് ഫോം ഓഫ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഇവോൾവ്ഡ്? ഈ തരത്തിലുള്ള ഭാഷയും സാഹിത്യവും എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഡു യു തിങ്ക് മലയാളം ഹാവ് ബീൻ യൂസ് സിൻസ് ആൻഷ്യൻ്റ് ടൈം? പഴയ കാലഘട്ടത്തിൽ, പുരാതന കാലഘട്ടങ്ങളിൽ മലയാളം ഉപയോഗിച്ചിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്താണ്? നമുക്ക് നോക്കാം. വൈ ഈസ് കേരള നോൺ ആസ് മലയാള ദേശം? എന്തുകൊണ്ടാണ് കേരളത്തെ ഒരു മലയാള ദേശം എന്ന് വിളിക്കാനുള്ള കാരണം? നോക്കാം നമുക്ക്. It is generally believed that Malayalam has evolved from Tamil. മലയാളം പ്രധാനമായും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് ഏതിൽ നിന്നാണ്? തമിഴിൽ നിന്നാണ്. തമിഴ് ഭാഷയിൽ നിന്നാണ് മലയാളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. സാൻസ്ക്രിറ്റ് ആൾസോ ഹാഡ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് മലയാളം. മലയാളത്തെ സ്വാധീനിച്ച മറ്റൊരു പ്രധാന ഭാഷ ഏതാണ്? സംസ്കൃതമാണ്. അപ്പോൾ സംസ്കൃത ഭാഷയും തമിഴ് ഭാഷയും കൂടി ചേർന്ന ഒരു ഭാഷാ രീതിയാണ് ഏത്? മലയാളം എന്ന് പറയുന്നത്. വട്ടെഴുത്ത് ആൻഡ് കോലെഴുത്ത് വർ ദ സ്ക്രിപ്റ്റ് യൂസ്ഡ് ടു റൈറ്റ് ഓൾഡ് മലയാളം. പഴയ മലയാളം എഴുതാൻ ഉപയോഗിച്ചിരുന്ന ലിപികളാണ് ഏതൊക്കെ? വട്ടെഴുത്ത്, അതുപോലെ തന്നെ കോലെഴുത്ത് ഒക്കെ. ഓക്കെ. വട്ടെഴുത്തിൻ്റെ ഒരു രൂപം നമ്മൾ നേരത്തെ അത് കണ്ടിട്ടുണ്ട് അല്ലേ? ചെമ്പ് തകിടിൽ എഴുതിയിട്ടുള്ളത് കണ്ടിട്ടില്ലേ? നേരത്തെ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റിൽ അത് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പിക്ചർ, വട്ടെഴുത്തിൻ്റെ പിക്ചർ. ഓക്കെ. അപ്പോൾ അന്ന് നിലവിലുണ്ടായിരുന്ന ലിപിയാണ് ഏതൊക്കെ? വട്ടെഴുത്ത്, കോലെഴുത്തൊക്കെ. റീകാൾ ദ ജൂയിഷ് കോപ്പർ പ്ലേറ്റ് റിട്ടൺ ഇൻ വട്ടെഴുത്ത് സ്ക്രിപ്റ്റ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ചാപ്റ്ററിൻ്റെ ഫസ്റ്റിൽ. എന്താണ്? ജൂയിഷ് കോപ്പർ പ്ലേറ്റിൽ, ജൂയിഷിൻ്റെ കോപ്പർ പ്ലേറ്റിൽ റിട്ടേൺ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റിൽ അതുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കി. അതേത് ലിപിയാണ്? വട്ടെഴുത്താണ്. ദെൻ കൃഷ്ണഗാഥ ബൈ ചെറുശ്ശേരി. ചെറുശ്ശേരി എഴുതിയിട്ടുള്ള കൃഷ്ണഗാഥ. ആധ്യാത്മ രാമായണ കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട് ബൈ എഴുത്തച്ഛൻ.
എഴുത്തച്ഛൻ രചിച്ചിട്ടുള്ള ആധ്യാത്മ രാമായണം കിളിപ്പാട്ട്, അതുപോലെ തന്നെ മഹാഭാരത കിളിപ്പാട്ട്. തുള്ളൽ ലിറ്ററേച്ചർ ഓഫ് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ സാഹിത്യങ്ങൾ എക്സെട്ര കോൺട്രിബ്യൂട്ടഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് മലയാളം ലാംഗ്വേജ്. അതൊക്കെ മലയാളം ഭാഷയിലുള്ള സംഭാവനകളാണ്. ദ മൊഹിയുദ്ദീൻ മാല റിട്ടൺ ബൈ അറബി മലയാളം ബൈ ഖാസി മുഹമ്മദ് ഇൻ 17th century. 17ാം നൂറ്റാണ്ടിൽ ഖാസി മുഹമ്മദ് രചിച്ചിട്ടുള്ള അറബി മലയാളം ലിപിയിലുള്ള മൊഹിയുദ്ദീൻ മാല. ദെൻ ആൻഡ് പുത്തൻ പാന റിട്ടൺ ബൈ അർണോസ് പാതിരി രചിച്ച പുത്തൻ പാന 18ാം നൂറ്റാണ്ടിലാണ്. എൻറിച്ച് ടു ദ ലാംഗ്വേജ്, അതൊക്കെ മലയാള ഭാഷയെ എൻറിച്ച് ചെയ്തിട്ടുണ്ട്, അതൊക്കെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 17ാം നൂറ്റാണ്ടിൽ ഖാസി മുഹമ്മദ് അറബി മലയാളം ലിപിയിൽ ഭാഷയിൽ രചിച്ച മൊഹിയുദ്ദീൻ മാല, അതുപോലെ തന്നെ അർണോസ് പാതിരി രചിച്ചിട്ടുള്ള പുത്തൻ പാന, ഇതൊക്കെ മലയാള ഭാഷയിലുള്ള പ്രധാനപ്പെട്ട കൃതികളാണ്. ബിസൈഡ്സ് ദസ്, ഇതൊന്നും കൂടാതെ വടക്കൻ പാട്ട്, തെക്കൻ പാട്ട് ആൻഡ് തോഴിൽപ്പാട്ട് ആൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദ പോപ്പുലാരിറ്റി ഓഫ് മലയാളം. വടക്കൻ പാട്ട്, തെക്കൻ പാട്ട്, തോഴിൽപ്പാട്ട്, ഇങ്ങനെ കുറേ പാട്ടുകളൊക്കെ മലയാള ഭാഷയുടെ പുരോഗതിക്ക് വലിയ സഹായം നൽകിയിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് അറബി മലയാളം? എന്തിനീ അറബി മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, അറബി മലയാളം ഈസ് എ ഹൈബ്രിഡ് ലാംഗ്വേജ് ദാറ്റ് വാസ് കോമൺ എമംഗ് ദ മുസ്ലിംസ് ഇൻ കേരള. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പൊതുവായി ഉണ്ടായിരുന്ന ഒരു ഭാഷാ രീതിയാണ് അറബി മലയാളം. അറബിക് സ്ക്രിപ്റ്റ് വാസ് യൂസ്ഡ് ടു റൈറ്റ് ദിസ് ലാംഗ്വേജ്. ഇതിൽ എഴുതാൻ ഉപയോഗിച്ചിരുന്നത് അറബിക് സ്ക്രിപ്റ്റായിരുന്നു അല്ലേ. അത് പിന്നെ സംസാരിക്കുന്നത് ഏത് ഭാഷയിലായിരുന്നു? മലയാളത്തിലുള്ള കാര്യങ്ങൾ എഴുതുന്നത് എന്തിലാണ്? അറബിയിലാണ്. അറബി അക്ഷരങ്ങൾ ഉപയോഗിച്ച് മലയാളം എഴുതുന്നതാണെന്ത്? അറബി മലയാളം എന്ന് പറയുന്നത് അല്ലേ. നമ്മളിപ്പോൾ പിന്നെ ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മംഗ്ലീഷൊക്കെ എഴുതാറില്ലേ? ഭാഷ മലയാളമായിരിക്കും, പക്ഷെ നമ്മൾ എഴുതുന്നത് ഏത് അക്ഷരങ്ങൾ ഉപയോഗിച്ചായിരിക്കും? ഇംഗ്ലീഷ് അക്ഷരം ഉപയോഗിച്ച്. അപ്പോൾ നമ്മളതിനെ മംഗ്ലീഷ് എന്ന് പറയും അല്ലേ. അതുപോലെ മലയാളത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ അത് എഴുതുന്നത് ഏത് അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ്? അറബി ഉപയോഗിച്ചാണ്. അത് അത്തരം രീതിയാണ് എന്ത്? അറബി മലയാളം. ദെൻ കളക്ട് വേഴ്സസ് ഫ്രം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോക്ക് സോങ്സ് മെൻഷൻഡ് അബൌവ് ദ പ്രസൻറ്റ് ഇൻ ദ ക്ലാസ് അല്ലേ. വടക്കൻ പാട്ടിലോ തെക്കൻ പാട്ടിലോ ഒക്കെയുള്ള അതിലെ പാട്ടുകളെ എടുത്തിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ്. നോക്കാം നെക്സ്റ്റ്. ഒബ്സർവ് ദ എബോവ് പിക്ചർ. മുകളിൽ തന്നിരിക്കുന്ന ഈ പിക്ചറെ നിരീക്ഷിക്കുക. വിച്ച് ആർട്ട് ഫോംസ് ആർ ഡെപ്പിക്റ്റഡ് ഇൻ ഇറ്റ്? ഇതിൽ ഏതൊക്കെ രൂപത്തിലുള്ള കലാരൂപങ്ങളാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്? നമ്മൾ നോക്കിയാൽ അറിയാം അല്ലേ. ഭരതനാട്യമുണ്ട്, ഒപ്പനയുണ്ട്, അതുപോലെ തന്നെ പിന്നെ മാർഗംകളിയുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. നോക്കാം. ദസ് ആർ ഫ്യൂ ആർട്ട് ഫോംസ് ദാറ്റ് ഡെവലപ്ഡ് ഇൻ മിഡീവൽ കേരള. ഇതൊക്കെ മധ്യകാല കേരളത്തിൽ വികസിക്കപ്പെട്ട ചില കലാരൂപങ്ങളാണ്. ഡാൻസ് ആൻഡ് മ്യൂസിക് ഫ്ലോറിഷ്ഡ് ഇൻ ടെമ്പിൾസ് ഡ്യൂറിങ് ദ പീരിയഡ്. ഡാൻസും അതുപോലെ തന്നെ സംഗീതവുമൊക്കെ, നൃത്തവും സംഗീതവുമൊക്കെ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. കൂത്തുകൂടിയാട്ടം ആൻഡ് കഥകളി വേഴ്സ് സ്റ്റേജ്ഡ് ഇൻ ദ കൂത്തമ്പലം അറ്റാച്ച്ഡ് ടു ടെമ്പിൾ. ക്ഷേത്രത്തോട് ചേർന്ന കൂത്തമ്പലത്തിലാണ് ഈ കഥകളി, കൂടിയാട്ടം, ഈ കൂത്ത് ഇതൊക്കെ അവതരിപ്പിക്കപ്പെട്ടിരുന്നത്. ഹെൻസ് ദ ആർട്ട് ഫോംസ് കെയിം ടു ബി നോൺ ആസ് ടെമ്പിൾ ആർട്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ ക്ഷേത്ര കലാരൂപങ്ങളെന്ന് പറയുന്നത്. കൂത്ത്, കൂടിയാട്ടം, കഥകളിയൊക്കെ ക്ഷേത്ര കലാരൂപങ്ങളാണ്. അതിന് ക്ഷേത്ര കലാരൂപം എന്ന് പറയാനുള്ള കാരണം എന്താണ്? ക്ഷേത്രത്തോട് ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരുന്ന കൂത്തമ്പലങ്ങളിലാണ് ഈ കലാരൂപങ്ങളൊക്കെ അവതരിപ്പിക്കപ്പെട്ടിരുന്നത്. ദ റിച്വൽ ആർട്ട് ഫോം ലൈക്ക് തെയ്യം, തിര ആൻഡ്
Kalambata were performed in കാവ്സ്. കാവുകളിലാണ് ഏതൊക്കെ ഉണ്ടായിരുന്നത്? തെയ്യം, തിറ, കളമ്പാട്ട് ഇതൊക്കെ എവിടെയാണ് ഉണ്ടായിരുന്നത്? കാവുകളിലാണ് ഉണ്ടായിരുന്നത്. ആൻഡ് ദ അതർ പ്ലേസസ് ഓഫ് വർഷിപ്പ്, അത് മറ്റൊരു തരത്തിലുള്ള ആരാധനാ കേന്ദ്രം തന്നെയാണ് കാവുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ സർപ്പക്കാവ് എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ല. അപ്പോൾ കാവുകളിലാണ് എന്തുണ്ടായിരുന്നത്? തെയ്യം, തിര, കളമ്പാട്ട് ഒക്കെ ഉണ്ടായിരുന്നത്. ദേ വർ മോർ പോപ്പുലർ ദാൻ ദ ടെമ്പിൾ ആർട്ട്. ക്ഷേത്ര കലാരൂപത്തെക്കാളും കുറച്ചും കൂടെ ജനകീയമായ കലാരൂപങ്ങളാണ് തെയ്യം, തിറ ഒക്കെ. ഓക്കെ. വാട്ട് ഈസ് ദ സ്റ്റേജ് വേർ ദ ടെമ്പിൾ ആർട്സ് പെർഫോംഡ് കോൾഡ്? വാട്ട് ഈസ് ദ സ്റ്റേജ് വേർ ദ ടെമ്പിൾ ആർട്സ് ആർ പെർഫോംഡ് കോൾഡ്? ക്ഷേത്ര കലാരൂപങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിരുന്ന വേദികൾ എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞു, എന്താണ്? കൂത്തമ്പലം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. വൈ ആർ ദ റിച്വൽ ആർട്സ് കൺസിഡേർഡ് മോർ പോപ്പുലർ? എന്തുകൊണ്ടാണ് റിച്വൽ ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തെയ്യം, തിര, അല്ലേ, കളമ്പാട്ട് ഇതൊക്കെ റിച്വൽ ആർട്ടാണ്. ഇതെന്തുകൊണ്ടാണ് കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത്? ഇത് സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് അതിനകത്ത് കൂടുതലും അവതരിപ്പിക്കപ്പെടുന്നത്. Apart from the several other art forms were performed in connection with the ritual and celebration of different religious communities. Apart from this, ഇത് കൂടാതെ several other art forms, വേറെ പല കലാരൂപങ്ങളുമുണ്ട്, were performed, അത് അവതരിപ്പിക്കപ്പെട്ടിരുന്നു, connection with the rituals, ആചാരങ്ങളുമായി ബന്ധപ്പെട്ടും അവതരിപ്പിക്കപ്പെട്ടിരുന്നു, സെലിബ്രേഷൻസ് ഓഫ് ഡിഫറെൻറ്റ് റിലീജിയസ് കമ്മ്യൂണിറ്റീസ്, വിവിധ മതവിഭാഗങ്ങളുടെ ആഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ടും അത്തരം കലാരൂപങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിരുന്നു. എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ: ഒപ്പന, മാർഗംകളി, ചവിട്ടുനാടകം. ഓക്കെ, ഇതൊക്കെ അത്തരം കലാരൂപങ്ങൾക്ക് വിവിധ മതവിഭാഗങ്ങളുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കപ്പെട്ട കലാരൂപങ്ങൾക്ക് ഉദാഹരണമാണ് ഇവയെല്ലാം. ഓക്കെ. ദ നെക്സ്റ്റ്, നോളജ്. അടുത്തത് നോളജ് നോക്കാം. അറിവ് കേട്ടോ, വിജ്ഞാനം അല്ലെങ്കിൽ അറിവ് എന്നൊക്കെ പറയാം, നോളജ്. മിഡീവൽ കേരള ഹാഡ് ഗെയ്ഡ് മച്ച് പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് നോളജ്. മധ്യകാല കേരളം അറിവിൻ്റെ കാര്യത്തിൽ വലിയ പുരോഗതി പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. ശങ്കര നാരായണൻ വാസ് ദ ഫേമസ് അസ്ട്രോണമർ ഡ്യൂറിങ് ദ റെയിൻ ഓഫ് പെരുമാൾസ്. പെരുമാൾ കേരളം ഭരിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു വാന നിരീക്ഷകനായിരുന്നു ആര്? ശങ്കര നാരായണൻ. ഹി ഹാസ് ഓതേർഡ് ശങ്കര നാരായണീയം. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനപ്പേരായിരുന്നു എന്ത്? ശങ്കര നാരായണീയം എന്നുള്ളത്. എ ബുക്ക് ഓൺ അസ്ട്രോണമി. ഓതേർഡ് ആണ് കേട്ടോ അദ്ദേഹം. ഹി ഹാസ് ഓതേർഡ്, അദ്ദേഹം രചിക്കപ്പെട്ട ഒരു കൃതിയാണ് ശങ്കര നാരായണീയം, എ ബുക്ക് ഓൺ അസ്ട്രോണമി. എന്താണ്? അദ്ദേഹത്തിൻ്റെ വാന നിരീക്ഷണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ശങ്കര നാരായണീയം. ദ കോൺട്രിബ്യൂഷൻ ഓഫ് സംക്രമ മാധവൻ ടു മാത്തമാറ്റിക്സ് ഗെയിൻഡ് വേൾഡ് വൈഡ് അക്ലൈം. ആരുടെയാണ്? സംക്രമ മാധവൻ്റെ ഗണിതത്തിലേക്കുള്ള സംഭാവനകൾക്ക് ലോക വ്യാപകമായ ഒരു അംഗീകാരം അന്നത്തെ കാലത്ത് ലഭിച്ചിരുന്നു. അഷ്ടാംഗ ഹൃദയം ഓൺ ആയുർവേദ വാസ് ആൾസോ റിട്ടൺ ഡ്യൂറിങ് ദിസ് പീരീഡ്. ആയുർവേദവുമായി ബന്ധപ്പെട്ട അഷ്ടാംഗ ഹൃദയം എന്ന കൃതിയും ഈ കാലഘട്ടത്തിൽ തന്നെയാണ് രചിക്കപ്പെട്ടത്. ദ ടു ഇമ്പോർട്ടൻറ്റ് ലിറ്റററി വർക്ക്സ് ഓൺ ഹിസ്റ്ററി വംശം ആൻഡ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഈ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് കൃതികളാണ്, ചരിത്ര കൃതികളാണ്. ഏതൊക്കെ? മൂഷകവംശവും അതുപോലെ തന്നെ തുഹ്ഫത്തുൽ മുജാഹിദീനും. were also written during the medieval period. The centers of education during the period were attached to temples, were known as salais. Thus attached to Buddhist centers were known as പള്ളി. എന്താണ്? അന്നത്തെ വിദ്യാകേന്ദ്രങ്ങളൊക്കെ മിക്കവാറും ഏതുമായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നു? ക്ഷേത്രങ്ങളുമായിട്ടോ അല്ലെങ്കിൽ
ബുദ്ധിസ്റ്റ് ബുദ്ധന്മാരുടെ ആരാധനാ കേന്ദ്രങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതായിരുന്നു അല്ലേ. അതിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിദ്യാകേന്ദ്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് സാലൈസ് എന്നും അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ടത് പള്ളി എന്ന പേരിലുമൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. നോക്കാം. ഇൻക്ലൂഡ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് മെഡീവൽ കേരള ഇൻ ദ ഫീൽഡ് ഓഫ് നോളജ് ടു കംപ്ലീറ്റ് ദ ഡയഗ്രാം. ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ്. അസ്ട്രോണമി അല്ലേ, അസ്ട്രോണമി അതിലുള്ള കോൺട്രിബ്യൂഷൻ ശങ്കര നാരായണൻ ആണ് അസ്ട്രോണമി. അദ്ദേഹത്തിൻ്റെ കൃതിയുണ്ട് ശങ്കര നാരായണീയം അല്ലേ. ദെൻ ഇവിടെ മാത്തമാറ്റിക്സിൽ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരാളുടെ പേരുണ്ട്. ആയുർവേദത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു ഗ്രന്ഥമുണ്ട്, രചിക്കപ്പെട്ടൊരു ഗ്രന്ഥമുണ്ട്. ഹിസ്റ്ററിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത 2 ഘടകങ്ങളുണ്ട് അല്ലേ, 2 ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത്. എ ഡിഫറെൻറ്റ് സോഷ്യോ ഇക്കണോമിക് സിസ്റ്റം ഡെവലപ്ഡ് ഇൻ കേരള ബൈ 18th century. 18ാം നൂറ്റാണ്ടോട് കൂടി കേരളത്തിൽ വ്യത്യസ്തമായ ഒരു സാമൂഹിക സാമ്പത്തിക രീതി ഉയർന്നു വന്നു. ലാംഗ്വേജ്, ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് നോളജ് ഗെയിൻഡ് യുണീക്ക് ഐഡൻറ്റിറ്റി ഡ്യൂറിങ് ദ പീരീഡ്. ഭാഷ, കല, സാഹിത്യം, അറിവ് എന്നതിലെല്ലാം തന്നെ അതുല്യമായ പുരോഗതി ഈ കാലഘട്ടങ്ങളിൽ നേടിയിട്ടുണ്ട്. ഓക്കെ, സോ ദ ചാപ്റ്റർ ഈസ് ഓവർ. ഇന്നത്തെ നിങ്ങളുടെ ഫോളോ അപ്പ് കംപ്ലീറ്റ് ദിസ് ഫ്ലോ ചാർട്ടാണ് കേട്ടോ. അസ്ട്രോണമി എന്ന് എഴുതിയിട്ട് നിങ്ങൾ അതിൻ്റെ താഴെ അതിൻ്റെ കോൺട്രിബ്യൂഷൻ ശങ്കര നാരായണൻ എന്ന് എഴുതിയിട്ടുണ്ടല്ലേ. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ ഒരു പേരുണ്ട്, എന്താണ്, ശങ്കര നാരായണീയം എന്ന് എഴുതുക. അതുപോലെ മാത്തമാറ്റിക്സിലൊരു കൃതിയുണ്ട്, അതിൻ്റെ പേര് എഴുതുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നിങ്ങളുടെ ഫോളോ അപ്പ് വർക്ക്. ഓക്കെ.